നമസ്കാരം. ശബരിമല വിശേഷങ്ങളുമായി തത്വമസിയിലേക്ക് സ്വാഗതം. ഇത് മണ്ഡലകാലം. 18 മലകളിലും പൂങ്കാവനങ്ങളിലും മഞ്ഞ് വീണു കഴിഞ്ഞു. കാനനപാതകളിൽ ഇനി ശരണം വിളികളുടെ പുണ്യദിനങ്ങൾ. പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ ശ്രദ്ധേയമല്ലെങ്കിലും അയ്യപ്പസ്വാമി വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദൈവമാണ്. ചരിത്രവും മിത്തും ഇടകലർന്ന വിശ്വാസത്തിൻ്റെ നെയ്ത്തേങ്ങയിൽ ഭക്തർ അയ്യപ്പനെ പൂജിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ തിരുപ്പതി കഴിഞ്ഞാൽ തീർത്ഥാടക സന്ദർശനത്തിൽ 2ാം സ്ഥാനത്താണ് ശബരിമല. പശ്ചിമഘട്ട മലനിരയിൽ ബ്രഹ്മചാരി സങ്കല്പത്തിൽ ധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ പൂജയോ തീർത്ഥാടനമോ നടക്കുന്നില്ല. നവംബർ ഡിസംബർ മാസങ്ങളിൽ മണ്ഡലകാലം എന്നറിയപ്പെടുന്ന 41 ദിവസങ്ങളാണ് ശബരിമലയിലെ പ്രധാന തീർത്ഥാടന കാലയളവ്. ഋതുമതി പ്രായഗണത്തിലുള്ള സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാറുമില്ല. പന്തളം കൊട്ടാരവും താഴമൺ തന്ത്രി കുടുംബവുമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രധാന ചരിത്രങ്ങൾ പറയുന്നത്. ഈ ചരിത്രം വിശദമാക്കുകയാണ് കണ്ണൻ നായർ. മകരനിലാക്കുളിരാടി പാടി പുണ്യദർശനം മലനിര തോറും മാറ്റൊലിക്കൊണ്ടു ശബരിമല അയ്യപ്പന്റെ ജന്മം കൊണ്ട് പുണ്യസ്ഥാനമായി മാറിയ പന്തളം കൊട്ടാരം. മണ്ഡലകാലത്ത് സന്നിധാനത്തേക്ക് തിരിക്കുന്ന ഓരോ ഭക്തരും ഇവിടെ എത്തണം എന്നതാണ് ആചാരം. പന്തളം രാജകുടുംബവുമായി ബന്ധപ്പെട്ടതാണ് അയ്യപ്പനെക്കുറിച്ചുള്ള പ്രധാന ഐതിഹ്യം. കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന പന്തളം രാജാവ് നായാട്ടിനായി വനത്തിലെത്തിയപ്പോൾ പമ്പാ തീരത്ത് വെച്ച് കഴുത്തിൽ മണികെട്ടിയ സുന്ദരനായ ഒരു ആൺകുഞ്ഞിനെ കണ്ടെത്തി. ശിവന് മോഹിനി രൂപത്തിലുള്ള വിഷ്ണുവിൽ ജനിച്ച പുത്രനാണിതെന്ന് വിശ്വാസം. ആയോധനകലയിലും വിദ്യയിലും നിപുണനായ അയ്യപ്പനെ യുവരാജാവായി വാഴിക്കാൻ പന്തളം രാജാവ് ആഗ്രഹിച്ചെങ്കിലും രാജ്ഞിയും മന്ത്രിയും ചേർന്ന് ഇതിനെ ചെറുക്കാനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തു. ഇവരുടെ ഗൂഢപദ്ധതി പ്രകാരം രാജ്ഞി വയറുവേദന അഭിനയിക്കുകയും കൊട്ടാരവൈദ്യൻ പുലിപ്പാൽ മരുന്നായി നിശ്ചയിച്ച് പുലിപ്പാൽ കാട്ടിൽ നിന്നും കൊണ്ടുവരാൻ അയ്യപ്പനെ നിയോഗിക്കുകയും ചെയ്തു. എന്നാൽ മഹിഷിയെയും വധിച്ച് പുലിപ്പാലുമായി അയ്യപ്പൻ വിജയശ്രീലാളിതനായി മടങ്ങിയെത്തി. അയ്യപ്പൻ ദൈവമാണെന്ന് മനസ്സിലാക്കിയ പന്തളം രാജാവ് അയ്യപ്പന്റെ നിർദ്ദേശപ്രകാരം ശബരിമലയിൽ ക്ഷേത്രം നിർമ്മിച്ചു നൽകുകയായിരുന്നു എന്നാണ് വിശ്വാസം. പുലിപ്പാൽ കൊണ്ടുവരാൻ കാട്ടിലേക്ക് പോകുമ്പോൾ തയ്യാറാക്കിയതാണ് ഇരുമുടിക്കെട്ട്. അയ്യപ്പനോട് മന്ത്രി ചെയ്ത പാപത്തിൽ നിന്നും മുക്തി നേടാനാണ് 41 ദിവസത്തെ വ്രതവും വർഷം തോറുമുള്ള തീർത്ഥയാത്രയും. ശബരിമല ക്ഷേത്രവും ചെങ്ങന്നൂരിലെ താഴോൺ മഠവുമായി ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. ഈ കുടുംബത്തിൽ നിന്നുള്ളവരാണ് ക്ഷേത്രത്തിലെ താന്ത്രിക വിധികൾക്കായി നിയോഗിക്കപ്പെടുന്നത്. അതിൻ്റെ വിശേഷങ്ങളും ശബരിമലയുടെ ഐതിഹ്യവും പങ്കുവെക്കാൻ ഈ കുടുംബത്തിലെ തന്ത്രി കണ്ഠരർ രാജീവർ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. സ്വാഗതം ശ്രീ. എന്താണ് നമ്മുടെ ഈ കുടുംബവും ആ ക്ഷേത്രവും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു ഐതിഹ്യം? പരശുരാമൻ പാപപരിഹാരാർത്ഥം കേരളം സൃഷ്ടിച്ച് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയായിരുന്നു. എന്നിട്ട് ഇവിടെ 108 ദുർഗാലയം, 108 ശിവാലയം, 5 ശാസ്താക്ഷേത്രം മുതലായ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും അതിൻ്റെ താന്ത്രിക ചുമതലയ്ക്ക് വേണ്ടി 2 സഹോദരന്മാരെ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്യുകയാണ് ചെയ്തത്. അത് തെക്കോട്ടൊക്കെ താഴമണ്ണിനും വടക്കോട്ടെ തരണനെല്ലൂർക്കും എന്നുള്ള സങ്കല്പത്തിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് അന്ന് നമ്മളൊരു ചരിത്രമുണ്ട്. അന്ന് കൊണ്ടുവന്ന സമയത്ത് താഴമൺ എന്നൊരു പേരും വന്നു, ജലം വകഞ്ഞു മാറ്റി വന്ന ഒരു ചരിത്രം. അതെന്താണത്? അത് ഈ ബ്രാഹ്മണർക്ക് ആരാധിക്കാനും ഇവിടെയുള്ളവർക്ക് ആരാധിക്കാനുമാണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ചുമതലയ്ക്ക് കൊണ്ടുവന്നപ്പോൾ അതിന് ശ്രേഷ്ഠരായ 2 ചുമതല താന്ത്രിക കർമ്മം അനുഷ്ഠിക്കാനുള്ളവരെ അന്വേഷിച്ച് പരശുരാമൻ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു, ഒരു ജ്യേഷ്ഠനെയും അനുജനെയും. എന്നിട്ട് പരശുരാമൻ അദ്ദേഹത്തിൻ്റെ തപോബലം കൊണ്ട് കൃഷ്ണാനദിയിലെ ജലം ഉയർത്തുകയും എന്നിട്ട് അത് കടന്നു വരാൻ ഇവരോട് പറയുകയും ചെയ്തു. ജ്യേഷ്ഠനായ തരണനെല്ലൂർ ഇല വെട്ടിയിട്ട് അതിൽ മേളിൽ കൂടെ കടന്നു വന്നു എന്നാണ് സങ്കല്പം. അനുജൻ താഴമൺ ഈ 2 നദിയെ 2ആയിട്ട് വകഞ്ഞ് മാറ്റി താഴെ കൂടെ മണ്ണിൽ കൂടെ നടന്നു വന്നു. അങ്ങനെയാണ് താഴമൺ എന്നും
വന്നിരിക്കുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു വ്രതാനുഷ്ഠാനങ്ങളാണ് 41 ദിവസത്തെ കഠിന വ്രതത്തിന് ശേഷം ഇത്രയും വ്രതമെടുത്ത് ശബരിമലയിലേക്ക് വരുന്നതിൻ്റെ ഒരു ഐതിഹ്യം എന്താണ്? മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമുണ്ട് ശബരിമലയ്ക്ക്. അതായത് അവിടെ ഒരു നിത്യപൂജ ക്രമങ്ങളില്ല. മാസത്തിൽ 5 ദിവസം മാത്രമേ നടന്ന് പൂജിക്കാറുള്ളൂ. പിന്നെ മണ്ഡലത്തിന് 41 ദിവസവും മകരവിളക്കിന് ഒരു 21 ദിവസവും നടന്ന് പൂജിക്കുന്നുണ്ട്. അവിടുത്തെ ഏറ്റവും പ്രധാനം ഈ വ്രതശുദ്ധി തന്നെയാണ്. 41 ദിവസത്തെ വ്രതമെടുക്കുക. 41 ദിവസം ഒരു മണ്ഡലകാലം വ്രതമെടുത്ത് അയ്യപ്പനെ വന്ന് ദർശിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ദർശിക്കുന്ന ഒരാൾക്കാണ് അയ്യപ്പനുമായിട്ടൊരു താതാത്മ്യം കിട്ടുന്നുണ്ട്. അതാണ് തത്വമസി എന്ന മഹാവാക്യം അവിടെ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെയല്ല. ഞാനും ഭക്തനും ഈശ്വരനും ഭക്തനും തമ്മിൽ വളരെ വ്യത്യാസങ്ങളൊന്നുമില്ല, ഒന്നായി തീരുക എന്നുള്ളൊരു മനോഹരമായ ഒരു സങ്കല്പമാണ് അവിടെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഈ 41 ദിവസത്തെ വ്രതം നിഷ്ഠ വളരെ ആവശ്യമാണ്. വ്രതശുദ്ധി കഠിന വ്രതം എടുത്ത് വരുന്ന ആൾക്കാർക്ക് ആ ഒരു സങ്കല്പത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളത് സത്യമാണ്. നേരത്തെ പന്തളം കൊട്ടാരത്തിൽ നിന്ന് മാറി ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കീഴിലേക്ക് വന്നു. അതിനുശേഷം എന്തെങ്കിലും ഒരു പൂജാ വിധിയിൽ എന്തെങ്കിലും പൂജാ രീതിയിൽ എന്തെങ്കിലും മാറ്റം? കർക്കിടക മാസത്തിലെ നിറമുത്തിരി എന്ന ദിവസം കുറിക്കുന്നത് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് ഒരു മുഹൂർത്തം കുറിച്ച് തരുന്നത്. ആ ദിവസമാണ് നമ്മൾ നടന്ന് നിറമുത്തിരി എന്നുള്ള ചടങ്ങ് നടത്തുന്നത്. പിന്നെ 41 ദിവസം ചാർത്തുന്ന തങ്കയങ്കി തിരുവിതാംകൂർ മഹാരാജാവ് നടക്കി വെച്ചതാണ്. 3 ചിത്തിര ആട്ടവിശേഷം എന്ന് പറഞ്ഞ മഹാരാജാവ് ചിത്തിര തിരുനാൾ നാളിൻ്റെ അന്ന് ജന്മദിനത്തിൻ്റെ അന്ന് നട തുറന്ന് പ്രത്യേക പൂജയുണ്ട്. പിന്നെ 4-മതായി മകരസംക്രമ സമയത്തുള്ള പൂജയ്ക്ക് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊടുക്കുന്ന നെയ്ത്തേങ്ങയാണ് പൂജാമധ്യത്തിൽ ആദ്യം അഭിഷേകം ചെയ്യുന്നത്. അയ്യപ്പനും ശിഷ്യനായ വാവനും തമ്മിലുള്ള ബന്ധത്തിൽ തുടങ്ങുന്നു എരുമേലിയിലെ മതസൗഹാർദ്ദത്തിൻ്റെ ചരിത്രം. എരുമേലി ശാസ്താവിനെ വണങ്ങി പേട്ടയും തുള്ളി ബാബരെയും വണങ്ങിയാണ് ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർ സന്നിധാനം തേടിയുള്ള യാത്ര തുടങ്ങുന്നത്. അയ്യപ്പന്റെ ഉറ്റമിത്രമായി ഐതിഹ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എരുമേലി വാവരുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം മാത്രമേ അയ്യപ്പ ഭക്തന്മാർ 18ാം പടി ചവിട്ടാവൂ എന്നൊരു വിശ്വാസമുണ്ട്. മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ ഉദാഹരണമായി വാവരുടെ പള്ളിയും അയ്യപ്പന്റെ ക്ഷേത്രവും നിലകൊള്ളുന്നു. കുരുമുളകാണ് വാവർ പള്ളിയിലെ പ്രധാന വഴിപാട്. കാണിക്കയും നെല്ല്, ചന്ദനം, സാമ്പാണി, പനിനീർ, നെയ്യ്, നാളികേരം എന്നിവയും ഇവിടെയുള്ള വഴിപാടുകളാണ്. വാവരുടെയും കടുത്തയുടെയും സഹായത്തോടെ അയ്യപ്പൻ പന്തളം രാജ്യത്തെ ശത്രുക്കളിൽ നിന്നും രക്ഷിച്ചു. മറവപ്പട നശിപ്പിച്ച ശബരിമല ക്ഷേത്രം പുതുക്കി പണിയുകയും പടയോട്ടത്തിന്റെ ഒടുവിൽ അയ്യപ്പൻ ശാസ്താവിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു എന്ന് മറ്റൊരു ഐതിഹ്യം. ശബരിമലയുടെ മൂലസ്ഥാനം പൊന്നമ്പലമേട്ടിലായിരുന്നു എന്നൊരു വിശ്വാസമുണ്ട്. ശബരിമലയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ദൂരമുള്ള പൊന്നമ്പലമേട്ടിൽ പരശുരാമൻ സ്ഥാപിച്ച മറ്റൊരു ശാസ്താക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും അവിടെയുള്ള ജ്യോതി മണ്ഡപത്തിൽ വനദേവതമാർ മകരസംക്രമ ദിവസം ദീപാരാധന നടത്തിയിരുന്നുവെന്നും മകരജ്യോതിയായി കണ്ടിരുന്നതെന്നും വിശ്വാസമുണ്ട്. ഇവിടുത്തെ മലവേടന്മാരുടെ ആഘോഷവേളയിൽ കത്തിച്ചിരുന്ന കർപ്പൂരമാണ് മകരവിളക്ക് എന്ന് പറയുന്നവരുമുണ്ട്. മകരസംക്രമ ദിനത്തിലാണ് ഉത്തരായന പിറവി. പമ്പയിൽ മുങ്ങി പമ്പാ ഗണപതിയും തൊഴുത് നീലിമലയും അപ്പാച്ചിമേടും ശരംകുത്തിയും താണ്ടി വേണം സന്നിധാനത്തേക്കെത്താൻ. ശബരിമലയ്ക്ക് ചുറ്റുമുള്ള 18 മലകളെ പ്രതിദാനം ചെയ്യുന്ന 18 പടിയും താണ്ടി സോപാനത്തിലേക്ക്. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം. 18 മലകളുടെ സംരക്ഷകനാണ് ശ്രീ ധർമ്മശാസ്താവ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ 18 മലകളാണ് 18 പടികളായി നിലകൊള്ളുന്നത്. ഈ മലദൈവങ്ങളെ പ്രീതിപ്പെടുത്താനാണ് ശബരിമലയിൽ തന്ത്രി നടത്തുന്ന പടിപൂജ എന്ന ഗിരിദേവതാ പൂജ.